മധുരയിലെത്തി റൂമിൽ ലഗേജും വെച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. നമ്മൾ നേരെ നടക്കുന്ന കേട്ടോ മധുര മീനാക്ഷി ക്ഷേത്രം കാണാൻ വേണ്ടി. നടക്കുന്ന വഴിക്ക് നിങ്ങൾക്ക് രണ്ട് സൈഡും ഫുള്ള് കച്ചവട സ്ഥാപനങ്ങൾ കേട്ടോ. അതായത് പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്ന കച്ചവട സ്ഥാപനങ്ങൾ, പിന്നെ അതുപോലെ സാധാ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വിൽക്കുന്ന ടോയ്സിൻ്റെ കച്ചവടക്കാർ, റെസ്റ്റോറൻറ്റുകളും അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. രണ്ട് സൈഡിലും ചെറിയ റോഡാണ്, അതുകൊണ്ട് തന്നെ നല്ല വണ്ടി, നല്ല ട്രാഫിക് ഉണ്ട് കൈസ്. സൂക്ഷിച്ചും കണ്ട് നടന്നില്ലെങ്കിൽ ബാക്കിൽ ബൈക്ക് എപ്പോൾ ഇടിച്ചു, ബൈക്ക് ഓട്ടോ അല്ലെങ്കിൽ എപ്പോൾ ഇടിച്ചു നോക്കിയത് നല്ല ശ്രദ്ധിച്ച് നടക്കണം കൈസ്. അത്യാവശ്യം നല്ല റഷ് ഉണ്ടാകും. കാരണം ഈ നേരത്തെ റഷ് ഇത്തിരി കുറവ്. ഞങ്ങൾ എത്തിയപ്പോൾ രാവിലെ ആയിരുന്നു, അപ്പോൾ റഷ് ഇത്തിരി കുറവാണ്. കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണുന്ന ദൃശ്യങ്ങളിൽ കാണാം നല്ല റഷ് കേട്ടോ. ആ വഴിക്ക് എത്തുമ്പോൾ കണ്ടോ റോഡ് ക്ലീൻ ആക്കിയത് അറിയില്ല കൈസ്, ഫുള്ള് നിലത്തൊന്നാകെ വെള്ളം. ഇനി നിങ്ങളൊരു കാഴ്ച കാണും. നേരെ നമ്മളൊരു എന്തോ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് നേരെ ഒരു പോക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗോപുരം കാണാം. ഇതാണ് ഗൈസ് മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഗോപുരം. എന്ത് കിട്ടിയില്ല ആർക്കിടെക്ചറല്ലോ. എത്ര പേരാ ഇവിടെ ദിവസവും സന്ദർശിക്കുന്നത്. ഇത് ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ അറിയാം ആ മധുര മീനാക്ഷി ക്ഷേത്രത്തിന് റേറ്റിംഗ്. കാരണം അത്രയും പേര് ഇവിടെ വന്ന്, കാരണം ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ റേറ്റിംഗ് കണ്ട ക്ഷേത്രം ഞാൻ കണ്ടില്ല കേട്ടോ. വളരെ ചുരുക്കം ക്ഷേത്രങ്ങൾ മാത്രമേ ഇങ്ങനെ റേറ്റിംഗ്. ആ രണ്ട് ഗോപുരങ്ങളും, രണ്ടല്ല കൈസ് 4 സൈഡിലും ഉണ്ട് തോട്ടോ. ആ ഫ്രണ്ടിൽ വരുന്ന ഗോപുരം പിന്നെ ബാക്കിലൊരു ഗോപുരം കൂടി ഇങ്ങനെ കണ്ടത് ഓർക്കുന്നു. നല്ല കിട്ടിയില്ല, എത്ര നേരം നോക്കി ആ കൊത്തുപണി എങ്ങനെ ഇവരിങ്ങനെ പണിതെന്ന് നമ്മൾ ചിന്തിച്ചു പോട്ടോ. അത്രയും കിട്ടില്ല. 4 സൈഡ് ചുറ്റുമതിൽ പണിത് നടക്കാനുള്ള സ്ഥലം. ഞങ്ങളവിടെ കുറേ നേരം നിന്ന് നോക്കി ഗൈസ്, ഇങ്ങനെ നോക്കി. നിങ്ങൾ ഗൈസ് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു മ്യൂസിക് കിട്ടും, നിങ്ങൾ അതിൻ്റെ വിഷ്വൽസ് ഒന്ന് കണ്ടോക്കെ. ഞാൻ വെറുതെ സ്കിപ്പ് അടിക്കുന്നത്, കാരണം ഞാൻ കുറേ സൂം ചെയ്ത് കുറേ ഷോട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം ഓരോ ശില്പങ്ങൾ നോക്കി ഗൈസ് അത്രയും പെർഫെക്ഷൻ കേട്ടോ. ഇതുണ്ടാക്കിയ ശില്പികളെ എന്താ അവരെ കഴിവ്, അതൊക്കെയല്ലേ ഗൈസ് കഴിവ് എന്ന് തോന്നി ചില നേരത്തോ. അമ്മാതിരി ക്രിയേറ്റിവിറ്റി കേട്ടോ, അടിപൊളി. അച്ഛനും ഞാനും കുറേ നേരം നോക്കി. ഞങ്ങൾ പിന്നെ അകത്ത് കയറി ഗൈസ്. അകത്ത് പിന്നെ ദൃശ്യങ്ങൾ വീഡിയോസ് എടുക്കാൻ പെർമിഷൻ ഇല്ല. നിങ്ങൾക്ക് വേറെ സൈഡിന് ഷോട്ട് കാണിച്ചു തരാം. അത് പിന്നെ പുറമേ നമുക്കൊരു വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾക്ക് കുറച്ച് ഈ തൂണുകൾ കാണാം. ഈ അമ്പലത്തിലെ തൂണുകൾ ഭയങ്കര ഫേമസാണ്. അതിലും ഫുള്ള് കൊത്തുപണി, അതിൻ്റെ മേൽഭാഗത്തും കൊത്തുപണി വന്നാൽ മുക്കിലും മൂലയിലും കൊത്തുപണി. അത് നമ്മൾ സാധാ തമാശയ്ക്ക് കൊത്തുപണി നടത്തുന്ന പോലെയല്ല, അത്രയും പെർഫെക്ഷൻ. ഈ കൊത്തുപണിയും കണ്ട് നമ്മളിങ്ങനെ നേരെ മുന്നോട്ട് നടക്കും കേട്ടോ. നടന്ന് നമ്മൾ കണ്ടോ വേറൊരു സൈഡിൽ നോർത്തേൺ ടവറിലേക്ക് എത്തിയിട്ടോ. 4 സൈഡിലും ടവർ ഉണ്ട് കേട്ടോ. ഇപ്പോഴും ഉണ്ട്, 4 സൈഡിലും ഉണ്ട്. നമ്മൾ നടക്കണം, 4 ഭാഗത്തും ചുറ്റുമല്ലി കെട്ടിക്കണം. നടക്കാനുള്ള ഒരു വിശാലമായ പാത്രം കേട്ടോ. അതൊക്കെ ഇത് വളരെ നല്ല സൈഡിൽ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം, വിശ്രമിക്കാം, അതിനുള്ള സംവിധാനം. ഈ സൈഡുകളിൽ മൊത്തം 4 സൈഡിലും ഫുള്ള് കച്ചവട സ്ഥാപനങ്ങൾ വീണ്ടും ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നടന്നപ്പം ഏകദേശം കുറച്ചേ നേരെ നടന്നു തുടങ്ങി ഗൈസ്. നമ്മളിപ്പം അത്യാവശ്യം വിശക്കണമുണ്ട്, പിന്നെ എവിടെ നിന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കണം എന്ന ചിന്തയിലും കൂടിയാണ് നടക്കുന്നത് ഗൈസ്. നടക്കണ വഴി നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ കാണാം. അപ്പോൾ തിരക്ക് ഇങ്ങനെ കൂടി വരും കേട്ടോ. ആ എൻഡിലേക്കൊക്കെ നോക്കിയാൽ ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നടന്ന് ഞാൻ പറഞ്ഞ ഒരു സൈഡിൽ ഒരു ഗോപുരത്തിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ആ സൈഡിലേക്ക് അപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഗൈസ് നടക്കുമ്പോൾ തന്നെ ആൾക്കാരെ തന്നെ കാണാനുള്ള കാഴ്ച. ചുറ്റും കണ്ടോ കുറേ പേര് വിശ്രമിക്കും. ഇങ്ങനെ നല്ലൊരു രീതി 4 ഭാഗത്തും കെട്ടുമതിൽ വന്ന് ഇങ്ങനെ ഇരിക്കാനുള്ള ഇരിപ്പിട്ടുണ്ടാക്കിക്കൊണ്ട് എല്ലാവർക്കും വിശ്രമിക്കാൻ ആവശ്യമുള്ള നമുക്ക് ക്ഷീണം തോന്നി ഇരിക്കാനുള്ള സ്ഥലങ്ങൾ. നടക്കുന്ന സൈഡിൽ നിങ്ങൾക്ക് കച്ചവടങ്ങൾ കാണാം കേട്ടോ. വീണ്ടും കണ്ടോ ഈ 4 ചുറ്റുമതിലിൻ്റെ 4 മൂലയിലും ഫുള്ള് കച്ചവട സ്ഥാപനങ്ങൾ, ഹോട്ടലുകളുണ്ട്. പിന്നെ ഇങ്ങനെ സാധാ ഇങ്ങനെ വഴിയോരത്ത് വരുന്ന കച്ചവടങ്ങൾ, അങ്ങനത്തെ പലതും ഉണ്ട് കേട്ടോ ഗൈസ്. ഇതൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. മുന്നോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ പല സൈഡുകളും കാണാം കേട്ടോ ഗൈസ്. ഇവിടെയും കണ്ടോ നേരെ കണ്ട മുന്നോട്ട് നോക്കി കണ്ട ഗോപുരം കാണാം. ആ ഗോപുരം അത് നമ്മളിങ്ങനെ കണ്ടാൽ നിന്ന് പോകും, നോക്കി ഇങ്ങനെ നിന്നും. പിന്നെ കണ്ടോ ഈ സൈഡിലെ ഗൈസ് ഞാൻ ആ തൂണുകളുടെ ദൃശ്യങ്ങൾ കിട്ടാൻ കണ്ടോ. ഇവിടുന്ന് ഇങ്ങനെ കാണാം ഓരോ തൂണിലും കണ്ടോ ആർക്കിടെക്ചർ. അതിൻ്റെ അകത്തുള്ള തൂണ് വന്നാൽ കിട്ടില്ല കേട്ടോ. പക്ഷെ അങ്ങോട്ടൊന്നും ക്യാമറ ആയിട്ട് അവിടെ സെക്യൂരിറ്റി ഗാർഡ് കടത്തി വിടും. ഞാൻ ചോദിച്ചു നോക്കി, ഒരു BSF ജവാനോട് ഉണ്ടായി. ഞാൻ ചോദിച്ചു അകത്ത് കയറാൻ പറ്റുമോ ചോദിച്ചു. നിങ്ങൾ കയറാം, പക്ഷേ ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ ഞാനിവിടെ പുറമേ നിന്ന് സൂം ചെയ്തിട്ട് ഷോട്ട് എടുത്ത് പോകുന്നു ഗൈസ്. കാരണം ഇങ്ങനത്തെ തീർത്ഥാടനങ്ങളുടെ അകത്ത് കയറി പെർമിഷൻ കൊടുക്കാതിരിക്കണം തന്നെ നല്ലത്. കാരണം വെറുതെ കുറേ പേര് അവിടെ കയറി കുറേ ഫോട്ടോ എടുത്ത് അങ്ങോട്ട് എടുത്ത് പിന്നെ തൊഴാൻ വരുന്നവർക്കും ബുദ്ധിമുട്ടായി, ബാക്കി എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഗൈസ്. അപ്പോൾ പുറമേ ഇങ്ങനെ ചെയ്ത കാര്യം നല്ല തന്നെ ഗൈസ്. നമ്മൾ അതും കണ്ട് നമ്മൾ നേരെ മുന്നോട്ട് എടുക്കും കേട്ടോ. അപ്പോൾ വന്ന് ഗൈസ് വിശപ്പ് നല്ല കൂടിയിട്ടോ. അപ്പോൾ നമ്മൾ കാണാം ഈ കാണുന്ന ഹോട്ടലിലേക്ക് കയറി. ഈ ഹോട്ടലിൽ കയറി നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ച് ഈ ഹോട്ടലിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് നേരം കാത്തിക്കേണ്ടിയിരുന്നു. അവസാനം പുള്ളിക്കാരൻ ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ടോ, ഈ ടോക്കണായിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അവിടെ ഒടുക്ക തിരക്ക് കൂടി ഞാൻ താഴെ വന്ന് ചങ്ങായി വന്ന് അവിടെ താഴെ
ടേബിൾ ഒരുക്കി തന്നിട്ട് കഴിക്കാൻ വേണ്ടി അവർ നല്ല മാന്യന്മാരട്ടോ ഗൈസ്. ആ കാര്യം ഞങ്ങൾ വന്നിട്ട് നല്ല തിരക്കിരിക്കുക ഒരു സ്ഥലം. അപ്പോൾ താഴെ ടേബിളിൽ നിന്ന് ഇലയും കാര്യങ്ങളും ഫുഡൊക്കെ മേലേന്ന് ഇങ്ങോട്ട് വരുത്തി ഞങ്ങൾക്ക് അവിടെ തന്നിട്ടോ ആ കാര്യം. പിന്നെ ചോറും അത്യാവശ്യം തെറ്റില്ലാത്ത ചോറ് ഗൈസ്, പ്രത്യേകിച്ച് കമൻസ് ഒന്നും പറയാനില്ല, തെറ്റില്ലാത്ത ചോറ് നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ കഴിച്ചു. ഈ പൊതുവേ ഈ അരിയോട് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല ഗൈസ്. നമ്മൾ മോട്ട കഴിച്ച് നമ്മൾ വലിയ റൈസല്ല നമ്മൾ കഴിക്കുക ഗൈസ്. അത് കഴിച്ച് ഇങ്ങനത്തെ ചെറിയ അരികൾ കഴിക്കുമ്പോൾ നമുക്ക് പൊതുവേ എനിക്ക് പിടിക്കാറില്ല. അതുകൊണ്ട് തന്നെ കഴിച്ചു. കൂട്ടാൻ നല്ല സാധനമൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിച്ചു. എനിക്ക് അച്ഛനും ഒക്കെ തന്നെയാണ്, അച്ഛനും കഴിച്ചു. ഞങ്ങൾ എന്നിട്ട് ഫുഡും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഇറങ്ങി നേരെ നടക്കുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് കച്ചവട സ്ഥാപനം കാണാം. പിന്നെ ഗോപുരം, 4 സൈഡിലുള്ള ഗോപുരങ്ങളും നിങ്ങൾക്ക് നന്നായി കാണാൻ കണ്ടോ. ഈ സൈഡിലെ ഗോപുരം നോക്കി എന്ത് ഭംഗിയല്ലേ. Time is slowly taken away. I miss the way that we were in harmony. I'm having trouble letting go. I close my eyes and wish you were closer. Now we're like footprints in the snow, slowly fading until it's over. Our memories won't last forever. Now love you for eternity. So baby, let's get back together. I'll show you what you need, a symphony. ആ കാഴ്ചകളും കണ്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങാൻ പോട്ടോ ഗൈസ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടോ സ്റ്റക്ക് ആവണ പോലെ നല്ലം തോന്നിട്ടോ. ആ OnePlus 9 Pro ചതിക്കുന്ന ഗൈസ്. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് നല്ലതാണ്. ഒരു കരിമ്പ് ജ്യൂസും കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ യാത്ര തുടർന്നു കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളെ കഴിഞ്ഞ് മധുരയിൽ ഒരു പകുതി എത്തുമ്പോൾ ഞാൻ ഫോൺ ചേഞ്ച് ചെയ്തിട്ട് കേട്ടോ OnePlus 11 മാറുന്നത്. അതിന് ശേഷം നിങ്ങൾക്ക് ദൃശ്യങ്ങളൊക്കെ കിട്ടില്ല ദൃശ്യങ്ങൾ കേട്ടോ. ഈ OnePlus 9 Pro കണ്ടോ ഒരു 10 മിനിറ്റ് മാക്സിമം എനിക്ക് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പ്രോസസ്സർ അങ്ങ് ചൂടായി, സ്നാപ്ഡ്രാഗൺ 888 അങ്ങ് ചൂടായി. പിന്നെ തുടങ്ങും ക്യാമറ ഇങ്ങനെ സ്റ്റക്കായി, ഇങ്ങനത്തെ വല്ല വൈബ്രേഷൻ മോട്ടർ ഓണാക്കിയ പോലെ കടന്ന് ഫ്രെയിം മൊത്തം ലാഗാവും ഗൈസ്. പിന്നെ ഷോട്ടുകളൊക്കെ എടുത്തില്ല, ഇതൊന്നും എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ തോന്നില്ല ഗൈസ്. കാരണം നമ്മൾ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ദൃശ്യങ്ങൾ എടുക്കും, നമുക്കൊരു ഓർമ്മയിൽ വെക്കാനല്ലേ. കുറേ മനസ്സിലാവും, പിന്നെ കുറച്ച് വീഡിയോസ് രൂപത്തിൽ കാണാൻ അങ്ങനത്തെ ദൃശ്യങ്ങൾ ഇനി വീണ്ടും പോയി അന്നത്തെ മെമ്മറീസ് ഒന്നും റീജനറേറ്റ് ചെയ്യുന്ന പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല ഗൈസ്. ഇന്ന് അച്ഛനും ഞാൻ തമ്മിൽ നടത്തിയ യാത്രകൾ, ഞങ്ങൾക്ക് ഉണ്ടാക്കിയ അനുഭവങ്ങൾ, അതൊക്കെ പറയണ എനിക്ക് ഈ ദൃശ്യങ്ങൾ കിട്ടിയേ പറ്റും. ഇതാണ് ഗൈസ് ഈ ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്, ഹോട്ടൽ ടൈംസ്. അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ മുന്നോട്ട് എടുക്കട്ടോ. മുന്നോട്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളും കാണാം, ഉന്തുവണ്ടിയിൽ കുറേ കച്ചവടങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ദൃശ്യങ്ങളും കണ്ട് നേരെ മുന്നോട്ട് നടക്കാം കേട്ടോ. നേരെ മുന്നിൽ കണ്ടു ഇവിടുത്തെ ഒരു ഫേമസ് തിയേറ്റർ കേട്ടോ. തിയേറ്ററിലെ പേര് മറന്നുപോയി ഗൈസ്. ഇനിയിപ്പോൾ ഗൂഗിൾ മാപ്പിൽ പോയി തപ്പെടുക്കണ്ടേ ഗൈസ്. നിങ്ങൾക്ക് മധുരയിൽ പോയി നോക്കി കാണാം. മധുരയിലൊരു ഫേമസ് തിയേറ്റർ നേരെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ അടുത്തൊന്നുണ്ട്. ആ നേരെ കാണണം കേട്ടോ. നമ്മൾ അതും കണ്ട് നേരെ മുന്നോട്ട് എടുക്കാം കേട്ടോ. വീഡിയോ തുടക്കം മുതൽ കണ്ടോക്കറിയാം. നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ മധുര ഫോൺ മാർക്കറ്റിൽ പോയി നമ്മൾ നേരെ പോകുന്നത് അങ്ങോട്ടുള്ള വഴി കേട്ടോ. അവിടേക്കുള്ള മിക്കവാറും ഷോട്ടിൽ ഗൈസ് തിരിച്ച് ഇത് നേരെ പോയി കാണാനാണ്. ഇവൻ നിങ്ങളുടെ റൈറ്റിൽ എടുത്ത് നേരെ കാണട്ടോ മൊബൈൽ മാർക്കറ്റ്. നേരെ കുറച്ച് ഷോട്ടുകളാകത്ത ഈ കാണാൻ മൊബൈൽ മാർക്കറ്റ്. നമ്മൾ നല്ല വിശ്വസിച്ചൊരു നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളെ ചാനലിലുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം. നമ്മൾ കയറി ഫോണിൻ്റെ കടകളും എല്ലാം നമ്മൾ വിസ്തരിച്ച് നമ്മൾ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പോയി നമ്മൾ ചാനൽ നോക്കിയാൽ കാണാം. ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം, മൊത്തം ഷോട്ടുകളൊന്നും ഇല്ല ഗൈസ്. ഇതും കണ്ട് നേരെ മുന്നോട്ട് എടുക്കാം കേട്ടോ ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് കണ്ടോ വീണ്ടും കാണാം. ആ സ്റ്റെക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്ക് വീഡിയോ കാണുമ്പോൾ നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഒന്ന് സഹകരിക്കാം. കുറച്ച് ഇനി ഒരു 5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞുള്ള ഗൈസ് ഇനി കാണുന്ന വിഷ്വൽസ് സ്റ്റെക്ക് പോയി കിട്ടും. ഇവിടെയൊക്കെ സ്റ്റെക്ക് ഉണ്ടോ. നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് മധുരയിൽ കണ്ടമാനം വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് ഗൈസ്. ഈ മസാല ദോശ, നെയ്റോസ്റ്റ്, അതിൻ്റെയൊക്കെ ഫേമസുകളായി കുറേ റെസ്റ്റോറൻറ്റ് ഉണ്ട്. കാരണം തമിഴ്നാട്ടിലെ ഫുഡ് പറഞ്ഞാൽ അതൊരു ഈ വെജിറ്റേറിയൻ ഫുഡ് പറഞ്ഞാൽ അത് കിട്ടില്ല ഫുഡാണ് ഗൈസ്. ഇവരെ ചമ്മന്തി, ഇവരെ പലതരം ചട്നികൾ, സാമ്പാർ, ഇതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഗൈസ്. നിങ്ങൾ തമിഴ്നാട്ടിൽ പോയി ഇങ്ങനത്തെ നമ്മളിപ്പോൾ മസാല ദോശ ആയാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കും, നന്നായിട്ട് ഇറങ്ങണം. നമ്മുടെ നാട്ടിൽ കുറേ ഭവനുകളില്ലേ, ഗീതാ ഭവനും അതേപോലെ തമിഴ്നാട്ടിൽ കുറേ ബ്രാൻഡുകൾ ഈ ഭവൻസ് ഉണ്ട്. ഗീതാ ഭവൻ മിക്ക പേരുകൾ അത്ര പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ഗൈസ്. അതേപോലെ ആര്യഭവൻ, അങ്ങനത്തെ ഭവനൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ ഇഷ്ടം പോലെ ഇങ്ങനെ വരുന്നുണ്ട്. പല മുക്കിലും മൂലം അവർ പുതിയ സ്റ്റാളുകളും അവരെ റെസ്റ്റോറൻറ്റ്സുകൾ വികസിപ്പിക്കുന്ന മകൻ നമ്മുടെ നാട്ടിൽ പലയിടത്തും തുറക്കുന്നുണ്ട്. അവിടെയൊക്കെ പോയി ഭക്ഷണം കഴിച്ച് നോക്കാറ്. അവരുടെ ചട്നീൻ്റെ ടേസ്റ്റിന് പ്രത്യേക ടേസ്റ്റാണ്. അത് ഞങ്ങൾ ഇടയ്ക്ക് കാണുമ്പോഴൊക്കെ ചെറിയ കടകളിൽ കയറി കഴിച്ചിട്ടുണ്ട്. കാരണം ആ സമയത്തൊന്നും ചില നേരത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല.
കാരണം നല്ല ഫുഡ് കാണുമ്പോൾ ചിലപ്പോൾ അത് കഴിച്ചു പിന്നെ ആലോചിക്കും കൈസ് വീഡിയോ എടുത്തില്ലല്ലോ, ആ ഷോട്ട് മിസ്സായില്ലേ എന്ന് വിചാരിക്കും കൈസ്. ഇവിടുന്ന് നേരിട്ട് ഞങ്ങൾ റൂമിൽ പോയി കുറച്ചു നേരം വിശ്രമിച്ച് കഴിച്ചു. പിന്നെ കണ്ടോ കുറച്ച് നേരം ഇന്ന് അപ്പോഴേക്ക് രാത്രി ഇറങ്ങി. കാരണം മധുരയിൽ പല സ്ട്രീറ്റുകളുണ്ട് കൈസ്. ചില സ്ട്രീറ്റുകൾ ഫുള്ളി ഇലക്ട്രോണിക്സ്. ഈ ഇലക്ട്രോണിക്സ് വന്ന് ഒന്ന് വാച്ച് നന്നാക്കുന്ന കട ഒന്നല്ല കൈസ്, ഒരു 10 രൂപ ഉണ്ടാവും. അതുപോലെ LED ബൾബുകളുടെ കട അതൊരു 20. അങ്ങനെ ഓരോന്ന് നമ്മളിപ്പോൾ മെക്കാനിക്കൽ കട അതൊന്ന് 20. 20 ജസ്റ്റ് കൗണ്ട് പറഞ്ഞ കൈസ്. അങ്ങനെ ഒരു ഏരിയ മൊത്തം ഒരു പ്രത്യേക കാര്യങ്ങൾക്ക് മാത്രമുള്ള കടകളുണ്ടാവും. അങ്ങനെ പല തെരുവിൽ കൂടി നടക്കുമ്പോൾ കാണാം. കാരണം ഈ സൈഡിൽ കണ്ടോ ചില ലൈറ്റ്സിൻ്റെ കട കാണാം, അതേപോലെ ഫർണിച്ചർ കട കാണാം, പിന്നെ വാച്ച് മെക്കാനിക്ക്, പിന്നെന്താ ഗൈസ് my reflection, thinking about what you mentioned. It was supposed to be the one to take every last pain away. Nothing on our loving, maybe time told us that we were different. Did it break you down? Staring at the ceiling, fighting off a feeling. One more minute, 'cause I just don't wanna come down, don't wanna go back to how I used to be. Staring at the ceiling, fighting off the feeling. One more minute, 'cause I just don't wanna come down, don't wanna go back to how I used to be. Looking past my reflection, thinking about what you mentioned. Nothing on my life, maybe time to decide we were different. Didn't break you down. Staring at the ceiling, fighting off the feeling. One more minute, 'cause I just don't wanna come down, don't wanna go back to how I used to be. Staring at the ceiling, fighting off the feeling. One more minute, 'cause I just don't wanna come down, don't wanna go back to how I used to be. നമ്മളങ്ങനെ രാത്രി കാഴ്ചകൾ കണ്ട് നടക്കട്ടോ. നടക്കുന്നത് നിങ്ങൾക്ക് അറിയാം, നമ്മൾ മധുരമീനാക്ഷി ക്ഷേത്രം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിട്ടോ. കാരണം അവിടെ രാത്രി ഗോപുരത്തിൽ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് എങ്ങനെ ഉണ്ടാവും എന്ന് കാണാം. അത്ര വലിയ ലൈറ്റപ്പ് ഒന്നും രാത്രി ഇല്ല ഗൈസ്, സിമ്പിളായ ലൈറ്റുകളേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് പിന്നെ ചുറ്റോളം നടന്നു. രാത്രി നേരത്തും ജനത്തിന് ഒരു കുറവില്ല കേട്ടോ. അത്യാവശ്യം നല്ല ജനത്തിരക്കാണ്, കച്ചവട സ്ഥാപനങ്ങളൊക്കെ നല്ല ആക്റ്റീവാണ്. ഇതും കണ്ട് നമ്മൾ നേരെ മുന്നോട്ട് കിടക്കണ്ടോ. കണ്ട വഴിയോര ഒരുപാട് കച്ചവടക്കാരൊക്കെ കാണാം കേട്ടോ. ആ ദൃശ്യങ്ങളും പകർത്തി നമ്മൾ നേരെ മുന്നോട്ട് കിടക്കട്ടോ. ഒരു റെസ്റ്റോറൻ്റൊക്കെ ഗൈസ് കാണും. രാവിലെ നമ്മളിവിടെ അല്ല കയറിയത്, വേറൊരു റെസ്റ്റോറൻ്റാണ്. അതും ജസ്റ്റ് ഇങ്ങനെ നോക്കി നമ്മൾ നേരെ മുന്നോട്ട് പോകും. ആദ്യം കയറി തിരക്ക് കുറ, പിന്നെ ഗൈസ് അങ്ങോട്ട് ചെന്നപ്പോഴാണ് കണ്ടിട്ടോ
ജനപ്രവാഹം പറഞ്ഞാൽ ഇതാണ് ഗൈസ്. കാരണം എത്ര പോലെ ജനങ്ങളാണ്, എല്ലാവരും ഒരുമിച്ചിറങ്ങിയ പോലെ കേട്ടോ. ഫുള്ള് ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് ക്രൗഡിൻ്റെ ബഹളമായിരുന്നു കേട്ടോ. ഇത് നോക്ക്, രാവിലെ ഇതിനും കുറവായിരുന്നു എനിക്ക് തോന്നുന്നു കണ്ടോ. ഇപ്പം രാത്രി നേരത്ത് എത്ര പോലെ ആൾക്കാരെ തട്ടി നടക്കാൻ പറ്റില്ല പറയില്ലേ, ആ അവസ്ഥയിലെത്തി കണ്ടോ. ക്യാമറ മുന്നോട്ട് വെച്ചാൽ ഫുള്ള് ഏത് ഫ്രെയിമിലും ജനത്തിരക്ക് മാത്രമേ കാണാനുള്ളൂ ഗൈസ്. ആ ജനത്തിരക്കും നോക്കി നേരെ മുന്നോട്ട് കിടക്കാം കേട്ടോ. എന്തല്ലേ ഇവരൊക്കെ രാവിലെ എവിടെയായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നു. രാത്രി ആകുമ്പോഴേക്കും എല്ലാവരും കൂടി ഒരുമിച്ചെന്ന് പറഞ്ഞാൽ ആകർഷമായിട്ടോ. നമ്മൾ ആ കാഴ്ചകളും കണ്ട് രാവിലെ കണ്ട അതേ ഗോപുരം രാത്രി ഒന്നും കൂടി പോയി നോക്കി, അവിടെയും കണ്ടു. എന്നിട്ട് ഞങ്ങളതാ വീണ്ടും മുന്നോട്ട് കിടക്കാം കേട്ടോ. The back and forth has got me so messed up. Don't ignore the signs. We've had enough of the whole damn thing that we got going. You hold the strings without me knowing. Why do I have to suffer through the thinking? Why do I have the feeling that we're sinking? I need to find a way. Find a way. Find a way. Find a way out. Find a way out. Find a way, find a way out. Find a way out. Find a way, find a way out. What's all this for? It's got me turned around, but I can't ignore the feelings that I found in this whole damn thing that we got going. You hold the strings without me knowing. Why do I have to suffer through the thinking? Why do I have the feeling that we're sinking? I need to find a way. Find a way. Find a way. Find a way out. 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 The back and forth has got me so messed up. Don't ignore the signs. We've had enough of the whole damn thing that we got going. You hold the strings without me knowing. Why do I have to suffer through the thinking? Why do I have the feeling that we're sinking? I need to find a way. Find a way. Find a way. Find a way out. Find a way out.
this for? It's got me turned around, but I can't ignore. അങ്ങനെ ഗൈസ് കിലോമീറ്ററുകൾ നടന്ന ശേഷം നമ്മളിതാ ഈ ചേച്ചിയുടെ അത്ര എന്താ നമ്മൾ ദോശ ഓർഡർ ചെയ്തിട്ടോ. ദോശയും ചട്നിയും എടുത്ത് പറയണം ഗൈസ്, എന്താ അത്ര കിടിലിനായിട്ടോ ആ ദോശയും ചട്നി അടിപൊളി. ചേച്ചി കുറച്ച് ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് ഉണ്ടാക്കുന്നത് ആ ദോശയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. 20 രൂപയും 20 പിന്നെ ചട്ടിക്ക് അങ്ങനെ 25 അങ്ങനെ എന്താ വളരെ ചുരുങ്ങിയ പൈസ വളരെ ചിലവ് കുറഞ്ഞ ഭക്ഷണം കേട്ടോ. പക്ഷെ അത്രയും കിട്ടിയില്ല ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അതെന്തായാലും എടുത്ത് പറയാൻ കഴിച്ചു. ഞാൻ മ്യൂസിക് കട്ട് ചെയ്ത് പറയാൻ കാരണം അത്രയും കിട്ടില്ല അതിന് ചേച്ചിയുടെ ഭക്ഷണം. ആ ഭക്ഷണം ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ച് പിന്നെ ചേച്ചി കുറച്ച് നേരം ഫുഡ് കുക്ക് ചെയ്യുന്നൊക്കെ ഞങ്ങൾ നോക്കി നിന്നിട്ടോ. നമ്മൾ വീണ്ടും നടക്കട്ടോ ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ വോയിസ് ചില നേരത്തൊരു എന്താണ് ഒരു ഇതില്ലല്ലോ, ഒരു പവറില്ലല്ലോ തോന്നുന്നു ഗൈസ്. ചില ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ചില ജലദോഷമൊക്കെ പിടിച്ച് ഗൈസ്. അതുകൊണ്ട് തന്നെ പറയുമ്പോൾ വോയിസ് ത്രോട്ടിന് മര്യാദയ്ക്ക് അങ്ങ് വോയിസ് ചെയ്തില്ല. അതുകൊണ്ട് ഗൈസ് നമ്മൾ 2 ദിവസം കഴിഞ്ഞ് അടുത്ത വീഡിയോയിലൊക്കെ തോന്നും, മാറ്റം തോന്നും. ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് സഹകരിച്ച് വീഡിയോ കാണാം. The feelings that I found in this whole damn thing that we got going. You hold the strings without me knowing. Why do I have to suffer through the thinking? Why do I have the feeling that we're sinking? I need to find a way. I could always be the one you wanna call when it's cold outside. I will always be the one that's right here standing by your side. Open up your heart and let me in. I promise not to break you. I promise I'll be all that you want. So let me in my heart before. Let me in. Your love explodes, our heart implodes. Your love explodes, our hearts implode. ഇങ്ങനെ കാഴ്ചയും കണ്ട് നടക്കുമ്പോൾ ഗൈസ് ഇവിടെ കണ്ട് പള്ളിപ്പെരുന്നാൾ പോലെ പള്ളിയിൽ എന്തോ പരിപാടി എടുക്കുന്നുണ്ട് കേട്ടോ. കുറേ വിശ്വാസികൾ ചുറ്റുമുണ്ട്. നമ്മളെ പള്ളീൻ്റെ ജസ്റ്റ് അകത്തൊന്ന് കയറി ചുറ്റോടും കാഴ്ചകളും കണ്ട് ഫുള്ള് പാട്ടും മ്യൂസിക്കും പിന്നെ അകത്ത് എന്തൊക്കെ പരിപാടികൾ നടക്കണേ ഗൈസ്. കുറച്ച് നേരം എല്ലാം നോക്കിയും കണ്ട് വീണ്ടും നടത്താൻ തുടങ്ങി. മൈക്ക്, സ്പീക്കർ അങ്ങനത്തെ ഐറ്റംസ് മാത്രം വിൽക്കുന്ന കട കണ്ടോ. ഇതാണ് പറഞ്ഞത്. അവിടെ ഓരോന്നിനും ഓരോ സൈഡാണ് ഗൈസ്. ചില ഏരിയയിൽ ചിലത് മാത്രം കണ്ടോ. ഇവിടെ കണ്ടോ ഫുൾ ലൈറ്റ് ഇങ്ങനെ പുറത്തേക്ക് കണ്ടോ. കാരണം ഫുൾ ലൈറ്റ്സിൻ്റെ കട നിങ്ങൾക്ക് കണ്ടറിയാം കണ്ടോ. വാച്ചിൻ്റെ കട, ക്ലോക്കിൻ്റെ കട കണ്ടോ. ട്യൂബിൻ്റെ കട പറഞ്ഞാൽ ആ സൈഡ് മൊത്തം പിന്നെ ഇങ്ങനത്തെ ലൈറ്റ്സിൻ്റെ കടയായിരിക്കും. ആ സൈഡ് കണ്ടോ ഫുൾ ലൈറ്റ്സ് വെച്ചുള്ള ബോർഡുകൾ, ഡിജിറ്റൽ ബോർഡുകളുടെ കട.
അങ്ങനെ വൈവിധ്യമാണ് കേട്ടോ മധുര മീനാക്ഷി ക്ഷേത്രം ഉണ്ട് പറയുമ്പോൾ അത് നമുക്കൊരു തീർത്ഥാടനമായി കൂട്ടാം. പിന്നെ ഈ സൈഡ് എത്തുമ്പോൾ എൻ്റർടൈൻമെൻറ്റ്, കാരണം ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രം ഇവിടെ വന്ന് വാങ്ങുന്നൊരു ഇഷ്ടം പോലെ കച്ചവടക്കാർ ഇവിടെ വന്ന് വാങ്ങും. കാരണം പ്രൈസ് കുറവാണ്, നമ്മളെ നാട്ടിൽ ചെന്ന് നല്ല വിലയ്ക്ക് വിൽക്കാം. അപ്പം നമ്മൾ ഒരു സൈഡ് പോയാൽ തീർത്ഥാടനം പ്ലസ് അതിന് എക്സ്ട്രാ കുറേ കാര്യങ്ങൾ കൈസ് കാണാനുണ്ടാവും. അത് കാണണമെങ്കിൽ നമ്മൾ രാത്രിയിൽ ഇങ്ങനത്തെ തെരുവോരങ്ങളിൽ ഇറങ്ങണം, ഇന്ന് ചുറ്റുമുള്ള കടകളിലേക്ക് നോക്കണം എന്തുണ്ട് അവിടെ. ഇന്ന് നമ്മൾ കിലോമീറ്ററുകൾ നടന്ന് നമുക്ക് പല കാഴ്ചകളും കാണാൻ പറ്റും ഗൈസ്. നമ്മളിപ്പോൾ വണ്ടി എന്തെങ്കിലും എടുത്താൽ നമ്മൾ ജസ്റ്റ് ആ തുടക്കം മുതൽ എൻഡ് വരെ എത്തും. അതിൻ്റെ നടുവുള്ള കാഴ്ച വളരെ വെള്ളം വഴി ഒന്ന് പുറത്തേക്ക് നോക്കി, അല്ലെങ്കിൽ ആ കാഴ്ച മിസ് കഴിച്ച് നമ്മൾ നടക്കുമ്പോൾ ചുറ്റും നമ്മൾ നോക്കും. ഒരുപാട് നല്ല ദൃശ്യങ്ങൾ, ഒരുപാട് കണ്ടൻറ്റുകൾ കിട്ടും. അപ്പോൾ നിങ്ങൾ സ്ഥലത്ത് പോവുകയാണെങ്കിൽ മിനിമം ഒരു 5-6 കിലോമീറ്ററെങ്കിലും ആ സ്ഥലത്തെ ചുറ്റൊന്ന് വെറുതെ എങ്കിലും ഡയറക്ഷൻ ഒന്നും നോക്കാം, ചുമ്മാ നടന്നു നോക്കുക. അപ്പം നിങ്ങൾക്ക് ആ സ്ഥലത്തിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾ ഓരോ സ്ഥലങ്ങൾ പോകുമ്പോൾ ഒരു പ്രത്യേക രസം കിട്ടുക, ഒരു എക്സ്പീരിയൻസ് കഴിച്ച് ഇങ്ങനെ നടന്ന് ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആ സ്ഥലത്തെ പറ്റി നല്ലൊരു ധാരണയും പിന്നെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ചുമ്മാ സ്ഥലത്ത് പോയി 2 ഫോട്ടോ ഇട്ട് 4 ഫോട്ടോ ഇട്ട് ഞങ്ങളിവിടെ എത്തി 2 ടാഗ് ഇട്ട് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് എത്തി കഴിഞ്ഞ് പോയത് കുറേ ടീംസ് ഉണ്ട്. ഒന്നും കാണില്ല, മെയിൻ സ്ഥലത്ത് പോയി 2 സെൽഫി എടുത്ത് പോയി ഞങ്ങളിവിടെ എത്തി ഗൈസ്, നാട്ടുകാരെയും കുടുംബക്കാരെയും മൊത്തം അറിയിക്കും, എന്നിട്ട് തിരിച്ച് പോരും. അതല്ലാതെ കണ്ടോ ഇവിടെയൊക്കെ നടക്കണമെങ്കിൽ വല്ല ആവശ്യം ഒരു മനുഷ്യല്ല. പക്ഷെ ഇത് കൂടി നടക്കാനുള്ള കാരണം എന്തേലൊക്കെ കാഴ്ച കിട്ടിയാലോ. നമ്മൾ നാട്ടിലെത്തി രാത്രി 10 മണി 11 മണി വെച്ച് കടന്നുറങ്ങി കഴിക്കുക, ഈ ദൃശ്യങ്ങളൊന്നും എനിക്ക് കിട്ടില്ല. കാരണം ഗൈസ് ഈ രാത്രി നമ്മൾ അടുത്ത ട്രിപ്പിൽ പോകും, കാരണം കുറച്ച് ദിവസങ്ങൾ മാക്സിമം കാഴ്ച കാണാം. അതാണ് നമ്മളെ ഓരോ ട്രിപ്പിൻ്റെ ലക്ഷ്യം. നമ്മൾ നേരെ പോകുന്ന എങ്ങോട്ടാണ് അത് സസ്പെൻസ് കഴിച്ച് അടുത്ത വീഡിയോയിൽ കാണാം. ഞാനിപ്പോൾ ഇത് കുറച്ചും കൂടി അങ്ങനെ മുന്നോട്ട് കൊണ്ട് ഈ വീഡിയോയുടെ എൻഡ് ചെയ്യുമ്പോൾ അടുത്തതിൽ നമ്മൾ ഇവിടുന്ന് പുതിയൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ മറക്കരുത് ഗൈസ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.